ഹലോ, ഇന്നൊരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല കേട്ടോ, ഇന്ന് നമ്മുടെ തോജപ്പൻ്റെ അനിയത്തിയുടെ പേരിടലാട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇത് നന്നായിട്ട് തന്നെ കുളിച്ചൊരുങ്ങി നല്ല സുന്ദരികളായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് അത്ര ക്ലാരിറ്റി ഇല്ല, കാരണം മുകളിൽ നമ്മുടെ നീല ഷീറ്റില്ലേ അതിൻ്റെ ഒരു വെട്ടം കിട്ടിയിട്ടാണ് ഈ ഒരു കളർ, ഒരു ബ്ലൂ കളർ വന്നത് കേട്ടോ. അപ്പോൾ ചരടൊക്കെ കെട്ടി, ചരടല്ല നൂലുകെട്ട് കഴിഞ്ഞ കേട്ടോ. അപ്പോൾ അത് എല്ലാവരും വന്ന് വളകളും ചെയിനൊക്കെ ഇടുക കേട്ടോ. അകത്ത് ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു കളർ വന്നില്ല. അപ്പോൾ ഞാൻ അകത്തിരുന്നാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെ. നമ്മുടെ തോജപ്പൻ ഇവിടെ സൂപ്പറായിട്ടൊക്കെ നെറ്റിച്ചുട്ടിയും പുതിയ പാവാടയൊക്കെ ഇട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞുവാവ ഇവിടെ പേരിടലിന് കുഞ്ഞാവയ്ക്ക് ഇത്തിരി അലമ്പുണ്ട് കേട്ടോ, കാരണം ഭയങ്കര ചൂടാണ്. ആ ഷീറ്റും കൂടി ഇട്ടപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ചൂട് കൊടുക്കുന്നുണ്ട്, അവർക്ക് മാത്രമല്ല എനിക്കും എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത് മൊത്തം നമ്മുടെ കസിൻസൊക്കെയാണ് ഇത് വന്നേക്കുന്നത്. അങ്ങനെ എൻ്റെ അമ്മയും കൊണ്ടേ പാദസരമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ തോജപ്പൻ്റെ ഇവിടെ അങ്ങ് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൊണ്ട് ഇട്ട് കണ്ടില്ലേ. കുഞ്ഞുവാവ ഇവിടെ കരച്ചിലും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാവരും കൊണ്ട് വളയും മാലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞുവാവയുടെ പേരെന്ന് പറഞ്ഞാൽ വാമിക എന്നാണ് കേട്ടോ. കുഞ്ഞാവയുടെ പേര് വാമിക എന്നാണ്. നമ്മുടെ തോജപ്പൻ്റെ ശരിക്കലത്തെ പേര് വേദിക എന്നാണ്. വേദികയും വാമികയും സെയിം അല്ലേ, അതാട്ടോ. ഇപ്പം വേദികയും വാമികയും എന്നാട്ടോ. അപ്പോൾ ഞങ്ങൾ വാമിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ വാമിക എന്നാട്ടോ പേര്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബലൂണും കാര്യങ്ങളൊക്കെ അത് തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പകുതി മുക്കാലും ബലൂണൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, പകുതി ഞങ്ങൾ എടുത്തിട്ടുമുണ്ട് കേട്ടോ. അത് എല്ലാവരും കൊണ്ട് ഇട്ടൊക്കെ കൊടുത്തു. കുഞ്ഞാവയുടെ ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞാവയുടെയും കുഞ്ഞാവയുടെ അമ്മയും സെയിം ആട്ടോ, പിങ്ക് ആട്ടോ. ഞാനും തോജപ്പനും എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ ഒരു കസിനും ആയിട്ടുള്ള എൻ്റെ അനിയത്തിയും ഒരേപോലത്തെ ഒരു പട്ടുപാവാടയാട്ടോ ഇട്ടത്. ഇപ്പോൾ വാമിക്കുട്ടിയുടെ അമ്മയും വാമിക്കുട്ടിയുമാണ് സെയിം കേട്ടോ, ഒരു പിങ്ക് ഡ്രസ്സാട്ടോ. ബാക്കി തോജപ്പനും ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ കസിൻ്റെ അനിയത്തിയും വേറെ കസിൻ അനിയത്തിയും സെയിം ആയിട്ടുള്ള ഒരു പട്ടുപാവാടയാണ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ എന്നെ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാവ് ഇത്തിരി അലമ്പാണ്, ചൂടൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഉറക്കമൊന്നും ശരിയായില്ല വാമിക കുട്ടിയുടെ, അതാണ് ഉറക്കാനൊക്കെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനോഹരമായി എല്ലാം നടന്നു കേട്ടോ. അപ്പം നമ്മുടെ തോജപ്പൻ അവിടെ എന്തോ ആലോചിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. എനിക്ക് ബോറടിക്കുന്നൊക്കെ പറഞ്ഞാൽ അവിടെ തോജപ്പൻ ആലോചിച്ചൊക്കെ ഇരിക്കുകയാണ്. തോജപ്പൻ സത്യം പറഞ്ഞാൽ എന്തായിരുന്നു, കുഞ്ഞാവനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തോജപ്പൻ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ തോജമ്മയുടെ പേര് പറയുവാണ്, എല്ലാവർക്കും ഒന്ന് പേര് പറഞ്ഞു കൊടുക്കാൻ പറയുവാണ് തോജപ്പ പേടിച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ടായിട്ട് പറയാത്തത്. എല്ലാവരും ഭയങ്കര നിർബന്ധം, ഒന്ന് പേര് പറഞ്ഞു കൊടുക്ക്, അനിയത്തിയുടെ പേര് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാതിൽ പേര് വിളിക്കുക കേട്ടോ തോജപ്പൻ. അപ്പോൾ കാതിൽ പേരൊക്കെ വിളിച്ച് തോജപ്പൻ കേട്ടോ. അങ്ങനെ തോജപ്പൻ എല്ലാവരും വാമിക എന്ന് പറഞ്ഞു, എല്ലാവരും കൈ കൊട്ടി കേട്ടോ. തോജപ്പൻ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആട്ടോ എൻ്റെ കസിൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് ക്യാമറയിൽ വരാൻ നല്ല മടിയായിരുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. തോജപ്പൻ ഒരു കസേര കയറി അങ്ങ് ഇരിപ്പായിട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചേച്ചിയുടെ ധാവണിയായിരുന്നു കേട്ടോ ആ കണ്ടത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തോജപ്പൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പട്ടുപാവാട കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ ആയിരുന്നു. ബിരിയാണിയും ഉണ്ടായിരുന്നു, ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ബിരിയാണി ആയിട്ട് കഴിച്ചത്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ ഇത്രയും പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ഞാനൊക്കെ ആദ്യത്തെ ഇതിലൊക്കെ ഇരുന്നു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ, ആ ഒരു പട്ടുപാവാടയൊക്കെ ഇട്ട അവൾ. അപ്പോൾ കണ്ടോ എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ എല്ലാവരും ആസ്വദിച്ച് ബിരിയാണി തിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവ് ഉറക്കത്തിലായിട്ടോ. തോജപ്പൻ
കണ്ടോ വന്നുണ്ട് തോജപ്പം മടുത്ത്. തോജപ്പം കൈയൊക്കെ കെട്ടിയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതേ തോജപ്പം ടാറ്റയൊക്കെ പറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.